നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. പുതിയൊരു ബാങ്ക് ജോലി വാർത്തയുമായി വീണ്ടും എത്തിയിരിക്കുകയാണ്. ബാങ്ക് ഓഫ് ബറോഡ 2026 റിക്രൂട്ട്മെൻറ്റിലേക്ക് 166 മാനേജീരിയൽ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ബാങ്ക് ജോലി എന്ന സ്വപ്നമുള്ളവർക്ക് ഇതൊരു മികച്ച അവസരമാണ്. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഫെബ്രുവരി 26, 2026 ആണ്. ആർക്കൊക്കെയാണ് അപേക്ഷിക്കാവുന്നത്? യോഗ്യതയെന്ത്? തിരഞ്ഞെടുപ്പ് രീതി എന്ത്? ഫീസ് എത്ര? എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ വിശദമായി നോക്കാം. ഈ റിക്രൂട്ട്മെൻറ്റ് ബാങ്ക് ഓഫ് ബറോഡയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ bankofbaroda.bank.in വഴിയാണ് നടത്തുന്നത്. മൊത്തം 166 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് സ്ഥിരം ജോലി അവസരമാണ്. ഇന്ത്യയിലെ പ്രമുഖ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ ഒന്നിലാണ് നിയമനം നടത്തുന്നത്. വേക്കൻസി ഡീറ്റെയിൽസ്, ഒഴിവുകളുടെ വിഭാഗങ്ങൾ നോക്കാം. സീനിയർ മാനേജർ MSME റിലേഷൻഷിപ്പ് 113 ഒഴിവുകൾ. സീനിയർ മാനേജർ ക്രെഡിറ്റ് അനലിസ്റ്റ് 19 ഒഴിവുകൾ. മാനേജർ ക്രെഡിറ്റ് അനലിസ്റ്റ് 34 ഒഴിവുകൾ. MSME റിലേഷൻഷിപ്പ് പോസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത്. ബാങ്കിംഗ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരമാണിത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ, യോഗ്യത സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ഔദ്യോഗിക നോട്ടിഫിക്കേഷനിൽ ലഭ്യമാണ്. സാധാരണയായി മാനേജീരിയൽ പോസ്റ്റുകൾക്കായി അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം. ബാങ്കിംഗ് അല്ലെങ്കിൽ ഫിനാൻസ് മേഖലയിൽ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി പോസ്റ്റിനെ ആശ്രയിച്ചിരിക്കും. കൃത്യമായ വിദ്യാഭ്യാസ യോഗ്യതയും പ്രായപരിധിയും അറിയാൻ ഒഫീഷ്യൽ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നിർബന്ധമായും പരിശോധിക്കുക. സെലക്ഷൻ പ്രോസസ്സ്, തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉൾപ്പെടുന്ന ഘട്ടങ്ങൾ: ആപ്ലിക്കേഷൻ സ്ക്രട്നി, ഓൺലൈൻ ടെസ്റ്റ്, സൈക്കോമെട്രിക് ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇൻ്റർവ്യൂ. എല്ലാ ഘട്ടങ്ങളും നിർബന്ധമായിരിക്കണമെന്നില്ല. ബാങ്ക് ആവശ്യാനുസരണം ഘട്ടങ്ങൾ തീരുമാനിക്കും. സൈക്കോമെട്രിക് ടെസ്റ്റ് വഴി പരിശോധിക്കുന്നത് വ്യക്തിത്വം, ആശയവിനിമയ കഴിവ്, പ്രശ്നപരിഹാര കഴിവ്, രാജ്യത്തെ ഏതു ഭാഗത്തും ജോലി ചെയ്യുവാനുള്ള സന്നദ്ധത. അതിനാൽ തയ്യാറെടുപ്പിൽ സോഫ്റ്റ് സ്കിൽസിനും പ്രാധാന്യം നൽകണം. ആപ്ലിക്കേഷൻ ഫീ, അപേക്ഷാ ഫീ ജനറൽ, EWS, OBC 850 രൂപ. കൂടാതെ പേയ്മെൻറ്റ് ഗേറ്റ്വേ ചാർജും കൊടുക്കണം. SC, ST, PWD, ESM, DESM വുമൺ കാൻഡിഡേറ്റ്സിന് 175 രൂപ. കൂടാതെ പേയ്മെൻറ്റ് ഗേറ്റ്വേ ചാർജും അടയ്ക്കണം. ഈ ഫീസ് നോൺ റിഫണ്ടബിൾ ആണ്. ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാകാത്ത പക്ഷവും ഇൻ്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് ആയില്ലെങ്കിലും ഫീസ് തിരികെ ലഭിക്കില്ല. ഇമ്പോർട്ടൻ്റ് ഡേറ്റ്: അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഫെബ്രുവരി 26, 2026. അതിനാൽ അവസാന തീയതി വരെ കാത്തിരിക്കാതെ ഉടൻ തന്നെ അപേക്ഷ നൽകുക. ഹൗ ടു അപ്ലൈ: അപേക്ഷിക്കുവാൻ bankofbaroda.bank.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കരിയേഴ്സ് വിഭാഗത്തിൽ പോകുക. റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ തിരഞ്ഞെടുക്കുക. ഓൺലൈൻ അപ്ലൈ ക്ലിക്ക് ചെയ്യുക. ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിക്കുക. ഫീസ് അടച്ച് അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിച്ച ശേഷം കൺഫർമേഷൻ പേജ് സേവ് ചെയ്യാൻ മറക്കരുത്. ബാങ്കിംഗ് മേഖലയിൽ കരിയർ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരു വലിയ അവസരമാണ്. 166 മാനേജീരിയൽ ഒഴിവുകൾ. അവസാന തീയതി ഫെബ്രുവരി 26. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത്തരം പുതിയ ജോലി വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ആപ്ലിക്കേഷൻ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക്. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.